ടിനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസത്തിലെ സ്വർഗത്തിലുള്ള യുദ്ധത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. ആൻറ്റിക്രൈസ്റ്റിൻ്റെ വരവും അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ചിന്തകൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഉള്ള ചില ചിന്തകളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഉത്ഭവം, അതുപോലെ അതെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ആൻറ്റിക്രൈസ്റ്റിൻ്റെ തൃത്വം, സാത്താന്യ തൃത്വം, ഇതൊക്കെയാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. റെവലേഷൻസ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളെ ഞാൻ വായിച്ച് കേൾപ്പിക്കുക. 1 തൊട്ട്. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകൾ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളുള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്ന ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും, അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിൻ്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തുകൊണ്ട് അവൻ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെ നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തു അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവോത്സവത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായിപ്പോയും വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം കൊണ്ട് ആവശ്യം. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം വെളിപ്പാട് പുസ്തകം 12:4 മഹാസർപ്പത്തെക്കുറിച്ച് പറഞ്ഞു. 7 തല, 10 കൊമ്പ്, 7 രാജമുടി. ഇവിടെ 13:1 സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിന് 7 തലയും 10 കൊമ്പും 10 രാജമുടിയും ഉണ്ട്. ഇതൊരു രാഷ്ട്രീയ നേതാവാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു എന്ന് പറയുമ്പോൾ ഒരു ജനനേതാവായി കയറി വരുന്നതായിട്ട് കാണുന്നു. ഇനിയും 13-ാം അധ്യായത്തിൻ്റെ 11 തൊട്ട് ഉള്ള വാക്യങ്ങളിൽ ഭൂമിയിൽ നിന്ന് കയറി വരുന്നൊരു മൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 17-ാം അധ്യായത്തിലും ഇതുപോലൊരു മൃഗത്തെ കാണാം. 7 തലയും 10 കൊമ്പും ഉള്ള മൃഗം. 17-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇത് 3 കാര്യങ്ങളും ഇവിടെ ചേർന്ന് ഉള്ളൊരു തൃത്വമായി, സാത്താന്യ തൃത്വമായി നമ്മൾ ചിന്തിക്കണം. 1, മഹാസർപ്പം, പിശാച്. അവൻ സകല അധികാരവും ആ രാഷ്ട്രീയ നേതാവിന് കൊടുക്കുകയാണ്. 7 തലയും 10 കൊമ്പും 10 രാജമുടിയും. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ആ സമയത്ത് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മത നേതാവ്. കാരണം മതമുണ്ടല്ലോ, മതം നേരത്തെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. AD 320 തൊട്ട് മതത്തിൻ്റേതായിട്ടുള്ള വലിയ പ്രഭാവം ഈ ഭൂമിയിലുണ്ട്. പിന്നീടാണ് റോമൻ കാത്തലിക് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങൾ എല്ലാം വന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള മതത്തിൽ ഉണ്ട്. ക്രിസ്തീയമായിട്ട് അതിനെ ക്രിസ്തീയവൽക്കരിച്ച്, എന്നാൽ പേരുണ്ട്, എന്നാൽ ക്രിസ്തീയമായിട്ടുള്ള പ്രിൻസിപ്പിളോ തത്വങ്ങളോ ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം. ആ ഒരു കൂട്ടം ഇവിടെ എപ്പോഴും ഉണ്ട്. അവരൊന്നും തന്നെ കർത്താവിൻ്റെ രഹസ്യവരവിൽ എടുക്കപ്പെടാതെ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരും കൂടെ ചേർന്നാണ് ഭരിക്കുന്ന ഒരു തൃത്വം, സാത്താന്യ തൃത്വം ഇവിടെ വരുന്നത്. ഇനിയും ഇതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന ചില വാക്യങ്ങൾ നമ്മൾ എടുത്തിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 6, 7, 8 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോവാൻ മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും.
അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്തിൽ നശിപ്പിക്കും. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഈ അധർമ്മമൂർത്തിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. 19-ാം അധ്യായത്തിലെ വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ യേശു അതുപോലെ തന്നെ വായിലെ ശ്വാസത്താൽ അവനെ ഒടുക്കുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട് അവൻ്റെ പ്രത്യക്ഷതയിൽ. ഇത് 2 തെസ്സലോനിക്ക് 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലാണ് അധർമ്മമൂർത്തി എന്ന് പറയുന്നത്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലെ ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ നിന്ന് ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകൾ 3 പേരോട് പറഞ്ഞുപോയി, ഈ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. ചെറിയ കൊമ്പ് എന്ന് പറയുന്നു, 3 കൊമ്പ് വേരോട് പോയി എന്നും പറയുന്നു. 24-ാം വാക്യത്തിൽ ഈ രാജ്യത്ത് നിന്ന് ഉള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തിന് എഴുന്നേൽക്കും. അവൻ മുമ്പിലത്തെ ഉള്ളവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച കളയും. അതിൻ്റെ 10 കൊമ്പുകൾ 10 രാജാക്കന്മാരാണെന്ന് പറഞ്ഞ് അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തനാണ് ഈ വരുന്ന പുതിയ കൊമ്പ്, ചെറിയ കൊമ്പ് എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് വീണ്ടും നമുക്ക് വായിക്കാം ദാനിയേൽ പ്രവചനത്തിൽ തന്നെ. ദാനിയേൽ 8:23 എന്നാൽ അവൻ രാജ്യത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ളൊരു രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും. അതായത് ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ളൊരു രാജാവ്, അങ്ങനൊരു രാജാവാണ് അന്തിക്രിസ്തു എന്ന് പറയുന്നത്. അതുപോലെ ദാനിയേൽ 9:26 ഇത് തന്നെ പറയുന്നുണ്ട്. വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ജനം, വരുവാനിരിക്കുന്ന പ്രഭു അവനാണ് അന്തിക്രിസ്തു. ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്രിസ്തോസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് എതിരായി എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് വരുന്നത്. ക്രിസ്തുവിനെതിരായി 2 തെസ്സലോനിയർ 2:4 അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവം എന്നോ പൂജാവിഷയമോ എന്നോ പേരുള്ള സകലത്തിന് മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി, ക്രിസ്തുവിന് എതിരാളി അവൻ തന്നെത്താൻ ഉയർത്തും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് പകരം ഒരു ബദൽ ക്രിസ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് 1 യോഹന്നാനിൽ പറയുന്നുണ്ട്. ഇതേപോലെ 1 യോഹന്നാൻ 2:22 പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ എതിർ ക്രിസ്തു. ഒന്ന് വായിക്കാം. യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളനാറാവുന്നു. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. എതിർ ക്രിസ്തു എന്നുള്ളൊരു വേർഡാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ എതിരായിട്ട് പ്രവർത്തിക്കുന്നത്. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്ന ഒരുപാട് പേരില്ലേ, ഇപ്പോഴും ഉണ്ട്, ഈ ലോകത്തിലുണ്ട്. അവരും അന്തിക്രിസ്തുക്കളാണ് എന്ന് വെച്ചാൽ ആൻറ്റി ക്രൈസ്റ്റ്, ക്രൈസ്റ്റിനെതിരായിട്ട് നിൽക്കുന്ന ഉള്ളവർ. 1 യോഹന്നാൻ 4:3 യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇപ്പോൾ ലോകത്തിലുണ്ട് എന്നാണ് യേശുവിനെ സ്വീകരിക്കാത്ത ഒരു ആത്മാവ്. ഇവിടെ മൃഗം എന്ന് പറയുമ്പോൾ മൃഗീയ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ദാനിയേൽ 7 ഘോര മൃഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഘോര മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം, ജനനദിയിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. ശരിക്കും ദാനിയേൽ 7 പറയുന്ന സിംഹം, പുള്ളിപ്പുലി, കരടി അവരുടെ അതന്നെ ഉള്ള ഒരു പ്രഭാവത്തിലാണ് ഈ മൃഗവും കയറി വരുന്നത് നമ്മൾ കാണാം. ഈ ബൈബിളിൽ ഒരുപാട് റെഫറൻസ് ഉണ്ട്, ഞാൻ എല്ലാത്തിലും പോകുന്നില്ല. ജനനദി, ലോക ജനനദി എന്നൊക്കെ പറയുന്നത് വെള്ളത്തെ ചിത്രീകരിച്ച് കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിച്ച അതിലുണ്ട്. അതുകൂടാതെ തന്നെ 17-ാം അധ്യായത്തിന് 15-ാം വാക്യത്തിലുണ്ട്. യെശയ്യാ പ്രവചനം 57 യെശയ്യാവ് 17 ഇതെല്ലാം തന്നെ സമുദ്രം എന്ന് പറയുന്നത് ജനനദി എന്നുള്ള ഒരു മീനിങ്ങിലാണ് ബൈബിളിൽ എടുത്തിരിക്കുന്നത്. ദാനിയേൽ പ്രവചനത്തിന് 7-ാം അധ്യായം എടുത്താൽ 7-2-3 വാക്യങ്ങൾ ദാനിയേൽ വിവരിച്ച് പറഞ്ഞതാണ്. ഞാൻ രാത്രിയിൽ എൻ്റെ ദർശനം കണ്ടു. ആകാശത്തിലെ 4 കാറ്റ് മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്ന ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ
ഭേദിച്ചിരിക്കുന്ന 4 മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വന്നു. ഇവിടെ അത് തന്നെ സമുദ്രത്തെക്കുറിച്ച് പറയുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ നിന്ന് കയറി വന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അതേ അധ്യായത്തിൽ തന്നെ ദാനിയേൽ 7-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലെ ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകാനുള്ള 4 രാജാക്കന്മാർ തന്നെ എന്ന് പറയുന്നു. അതിൻ്റെ വ്യാഖ്യാനം അവിടെ തന്നെ പറയുന്നുണ്ട്. ഇവിടെ തിരിച്ച് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 7-ലേക്ക് വരുമ്പോൾ കാണുന്ന ഇവർക്ക് സകല അധികാരവും ലഭിച്ചു. അവരെ ജയിപ്പാനുള്ള, യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാൻ അതിന് സകല അധികാരവും ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. എന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഭരിക്കാനുള്ള അധികാരം, അതുവരെ അങ്ങനെ ഒരു അധികാരം ഉണ്ടായിരുന്നില്ല, അത് കിട്ടി എന്നുള്ളതാണ്. അന്നേരം ആ അധികാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അവരുടെ ക്യാരക്ടർ നോക്കുമ്പോഴേ സിംഹം എന്ന് വെച്ചാൽ ഫെറോസിറ്റി ആൻഡ് മെജസ്റ്റി ആയിട്ടുള്ള ക്യാരക്ടർ, പുള്ളിപ്പുലി വേഗത കാണിക്കുന്നു, കരടി സൈനിക വേഗം കാണിക്കുന്നു. അന്തിക്രിസ്തുവിൻ്റെ ക്യാരക്ടർ നമ്മൾ 13-ന്റെ 2-ാം വാക്യത്തിൽ ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വാൽ പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അന്തിക്രിസ്തുവിൻ്റെ ക്യാരക്ടേഴ്സാണ് ശക്തി, സിംഹാസനം, വലിയ അധികാരം. ഇത് 3ഉം അതിന് കൊടുത്തു. നെബൂഖദ്നേസറിനെ നമുക്കറിയാം, ഏകാധിപതിയായിരുന്നു, ഒരു സ്വേച്ഛാധിപതി. ആരും അവനെതിരായിട്ടൊന്നും പറയത്തില്ല. സിംഹം പോലെയായിരുന്നു അവൻ്റെ വായ്. അവൻ ഏകാധിപതിയായിരുന്നു. അവൻ ശീഘ്രഗതിയിൽ കാര്യങ്ങളെ ചെയ്യുമായിരുന്നു. അവന് സൈനിക ബലം ഉണ്ടായിരുന്നു. 2 തെസ്സലോനിയർ 2:9 അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടുകൂടിയും ആയിരിക്കും. എന്തൊക്കെയാണ് ഇവിടെ സാത്താന്യ വ്യാപാര ശക്തിക്ക്? സകല ശക്തി, വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും. അപ്പോൾ യവന് ഒരുപാട് അടയാളങ്ങൾ അത്ഭുതങ്ങളും കാണിക്കും. അതുപോലെ വഞ്ചനയാണ്, സകല ശക്തി അവനുണ്ടായിരിക്കും, വ്യാജമാണ്. അന്നേരം ഭൂമിയിൽ ധാരാളം മിറക്കിൾ നടക്കും എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് വാക്യങ്ങളുണ്ട്. ഞാൻ സമയച്ചുരുക്കം കൊണ്ട് ചെറിയ 1-2 വാക്യങ്ങൾ മാത്രം വായിക്കാം. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞ 2 കൊരിന്ത്യർ 4:4 ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശനം ലഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. ഈ ലോകത്തിലെ അധികാരം ഉപയോഗിച്ച് അവൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. യോഹന്നാൻ 14:30 യേശു ശിഷ്യന്മാരോട് സംസാരിക്കുന്ന അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോഴേ, ഞാൻ നിങ്ങളോട് ഇനി വളരെ സംസാരിക്കുകയില്ല. ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യവുമില്ല. ലോകത്തിൻ്റെ പ്രഭു വരികയാണ്. അന്റിക്രൈസ്റ്റിനെ കുറിച്ച് പറയാണ്. സാത്താൻ വലിയ അധികാരത്തോട് വരികയാണ്. 1 യോഹന്നാൻ 5:19 ഇങ്ങനെ പറയുന്നു, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. അതുകൊണ്ട് സാത്താന് വലിയ അധികാരം കൊടുത്തു. അവൻ്റെ വാക്ക് നിയമമായിരിക്കും എന്ന് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് സാത്താൻ അധികാരമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞാണ്, സാത്താനെ കർത്താവ് ഡിഫീറ്റ് ചെയ്തു, ഇനിയിപ്പോൾ സാത്താൻ ഒന്നുമില്ല, കുഴപ്പമില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. സാത്താൻ ഈ ലോകത്തിൽ ഇപ്പോഴും അധികാരമുണ്ട്. സ്വർലോകത്തിലുണ്ട്, അത് കഴിഞ്ഞല്ലോ, നമ്മളത് കണ്ടതാണ്. അവനെ വെട്ടി താഴോട്ടിടുന്ന കാര്യമൊക്കെ കണ്ടതാണ്. വെട്ടി താഴോട്ടിടുന്നതെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗലോകത്തിൽ യുദ്ധം ഉണ്ടായി അവനെ ഭൂമിയിലേക്ക് അത് വന്നിട്ടില്ല, അത് വരും എന്ന് നമ്മൾ ചിന്തിച്ചു. ഈ 13-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അവന് ലോകത്തിലുള്ള സകല അധികാരവും അവന് കിട്ടിക്കഴിഞ്ഞ് അവൻ്റെ ലോകത്തിൽ അവൻ്റെ ശക്തി വെളിപ്പെടുത്തും. ഇനിയും 3-ാം വാക്യത്തിലേക്ക് വീണ്ടും റെവലേഷൻസ് 13:3 വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു അവൻ്റെ ക്യാരക്ടർ പറഞ്ഞു, അവൻ്റെ അധികാരം പറഞ്ഞു. 3-ാം വാക്യത്തിൽ അവൻ്റെ തലകളിലൊന്ന് മരണകരമായ മുറിവ് ഏറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. അവനൊരു മരണകരമായ മുറിവുണ്ടായി. അതായത് എന്താണ് ഈ മരണകരമായ മുറിവ് എന്നുള്ളത് അതിനകത്ത് ഈ 14-ാം വാക്യത്തിലും അതിനെക്കുറിച്ച് ചെറിയൊരു സൂചനയുണ്ട്.
മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യും. ഇതാരാ പറയുന്നതെന്ന് ചോദിച്ചാൽ പ്രവാചകൻ, കള്ളപ്രവാചകൻ. ഈ ലോകത്തിൽ നിന്ന് വരുന്ന, കരയിൽ നിന്ന് കയറുന്ന ഒരു മൃഗത്തെക്കുറിച്ച് പറഞ്ഞു. ആ മൃഗമാണ് പറയുന്നത്. അതെന്ന് വെച്ചാൽ രാഷ്ട്രീയ റിലീജിയസ് ലീഡറാണ്. ആ റിലീജിയസ് ലീഡർ പറയാണ്, മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കണം, സകല ഭൂവാസികളെയും തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗം. അന്നേരം വാളാൽ മുറിവേറ്റിട്ട് ജീവിച്ച മൃഗം എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താണ് മുറിവേറ്റതെന്ന് നമുക്ക് നോക്കാം. സക്കറിയ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 17 അതിനെക്കുറിച്ചൊരു ഹിൻറ്റുണ്ട്. അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന തുമ്പുകെട്ട ഇടയൻ അയ്യോ കഷ്ടം, അവൻ്റെ ഭുജത്തിനും വലം കണ്ണിനും വരൾച്ച, അവൻ്റെ ഭുജം അശേഷം വരണ്ടും വലം കണ്ണ് അശേഷം ഇരുണ്ടും പോകട്ടെ. അപ്പോഴേ ഈ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭുജത്തിനും വലം കണ്ണിനും എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല. ആൻറ്റി ക്രൈസ്റ്റിന് അന്തിക്രിസ്തുവിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയപ്പോൾ അവൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, യേശുക്രിസ്തു മരിച്ച് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റില്ലേ, അതുപോലെ മരണകരമായ ഒരു മുറിവ് പറ്റി എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അത് കഴിഞ്ഞ് അവൻ സൗഖ്യമായി വന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ തന്നെ 3-ാം ദിവസത്തിനകത്ത് അവനും ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുവാനായിട്ട് ഉള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നത്. എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഫോഷ്കിൻ്റെ ആത്മാവ് 2 തെസ്സലോനിയർ 2:11 ഫോഷ്കിൻ്റെ ആത്മാവ് വരുന്നു. നേരത്തെ പറഞ്ഞാൽ അവൻ്റെ പ്രതിമ ഉണ്ടാക്കി നമസ്കരിക്കാനായിട്ട് കള്ളപ്രവാചകൻ പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിച്ചിട്ട് ദൈവത്തിന് തുല്യനായി തീരുന്ന ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. 2 തെസ്സലോനിയർ 2:12 ദൈവം അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു എന്ന് പറയും. ഫോഷ്കിൻ്റെ ആത്മാവ് സകല ഭൂവാസികളിലേക്കും കൊണ്ടുവന്ന് ഈ മൃഗത്തോട് തുല്യൻ ആരെന്ന് പറഞ്ഞിട്ട് ദൈവത്തോട് ഉപമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഇവിടെ കാണുന്നു. നമ്മളെ ഈ ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ചുള്ള ചിന്തകളാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 2-3 എപ്പിസോഡ് വരെ ഇത് നീണ്ടുപോയെങ്കിലേ അത് തീരുള്ളൂ. കാരണം ഇനിയും ആൻറ്റി ക്രൈസ്റ്റിൻ്റെ നമ്പറിനെ കുറിച്ച് പറയണം, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ കമ്പാരിസൺ ഉണ്ട്, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ എൻഡുണ്ട്, അവൻ എന്താ ചെയ്യുന്നത്, അവൻ എങ്ങനെയാണ് ദൈവം അവനെ കൊല്ലുന്നതെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഇനിയും ഉള്ള എപ്പിസോഡിൽ ചിന്തിക്കും. നിങ്ങളിത് തുടർമാനമായിട്ട് കാണണം. ഇതെനിക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇന്ന് പറ്റിയില്ല, ചിന്ത കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല, സമയമില്ലാത്തതുകൊണ്ട്. നമ്മൾ മാക്സിമം 20-25 മിനിറ്റ് കൂടുതൽ നമ്മൾ പറയാറില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് നമ്മൾ കണ്ട ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഉത്ഭവമാണ്, അവൻ എവിടെ നിന്നാണ് വരുന്നത്, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ തൃത്വത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. തീർച്ചയായും അത് പിശാചിൻ്റെ ആത്മാവ് വന്നിട്ട് ലോകത്തിൽ നിന്നുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറും അതുപോലെ മതത്തിൽ നിന്നുള്ള ഒരു പ്രവാചകനും കൂടെ ചേർന്ന് 3ഉം കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ബൈബിളിൽ നിന്ന്, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നും 1 ജോണിൽ നിന്നും ഒക്കെയുള്ള റെഫറൻസ് എടുത്തു. എന്നാൽ ഈ ഫോഷ്കിൻ്റെ ആത്മാവ് പ്രചരിപ്പിക്കുന്ന എല്ലാം തന്നെ അന്തിക്രിസ്തുക്കളാണ്. അന്തിക്രിസ്തുക്കളാണ് എന്ന് വെച്ചാൽ കർത്താവിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാം ആൻറ്റി ക്രൈസ്റ്റാണ്. അത് ഇപ്പോഴും തന്നെ ഈ ഭൂതലത്തിലുണ്ട്. അത് നമ്മൾ മറന്നുപോകരുത്. നമ്മളെ ഒരുപാട് തെറ്റായിട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. നമുക്കിന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കും. തീർച്ചയായും ദൈവം വലിയ വിടുതൽ തരും. നമ്മളൊന്നും ആൻറ്റി ക്രൈസ്റ്റ് ഭരണത്തിന് കീഴിലാകരുത് എന്നുള്ളൊരു റിക്വസ്റ്റാണുള്ളത്. ആരെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ കൃപയിൽ കടന്നു വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമായ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ആ കൃപയിലേക്ക് കടന്നു വരണമേ എന്ന് റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊന്നും ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണത്തിന് കീഴിലല്ലല്ലോ കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ആ ഫോഷ്കിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാതെ സകല ഭൂവാസികൾ ഒരിക്കലും അത് സ്വീകരിക്കുമ്പോഴേ ഞങ്ങളിവിടെ കാണുകയില്ല. ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കർത്താവിൻ്റെ കൃപയിൽ ജീവിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. രോഗികളായി പ്രയാസപ്പെടുന്നവരെ ഓർത്ത് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഷുഗർ പേഷ്യൻസിനെ ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ കർത്താവെ, ചില കാര്യങ്ങളിലൊക്കെ ദൈവത്തിന് ഒരു മിറക്കിള് നടത്തുവാനായിട്ട് കഴിയും. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ചിലർക്കൊക്കെ കർത്താവെ, ആ വലിയ
വലിയ പ്രയാസമുള്ള കർത്താവെ വലിയ ചേഞ്ചസ് ഉള്ള ഫ്ലക്ച്വേഷനുള്ള ആ ലെവലൊക്കെ ഒന്ന് കുറച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വാസത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികളെ ആ വലിയ ഷുഗർ ലെവലിലുള്ള ഫ്ലക്ച്വേഷനൊക്കെ ഒന്ന് മാറി ഒന്ന് സ്റ്റഡി ലെവലിലാവത്തക്ക രീതിയിൽ കർത്താവെ ഇന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു സിംറ്റമാണല്ലോ കർത്താവെ, അതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ്റെ ഒരു സിംറ്റമാണല്ലോ. അത് ഈ ദിവസങ്ങളിൽ നീ ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുന്നുകളൊക്കെ ഉപേക്ഷിക്കത്തക്ക രീതിയിൽ നിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം. ഒരു ക്രിയേറ്റീവ് മിറക്കിൾ അവരുടെ ജീവിതങ്ങൾ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കാലിൻ്റെ വിരലൊക്കെ അമ്പ്യൂട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചില ആളുകൾ കർത്താവെ, അതുപോലെ കർത്താവെ രക്തോട്ടം കുറഞ്ഞ് കർത്താവെ അതെല്ലാം ബ്ലാക്ക് കളറിലേക്ക് വരുന്ന സാഹചര്യങ്ങളിൽ ഇരിക്കുന്നവരെ ഞങ്ങളെ ഏൽപ്പിച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ റിലീസ് എന്ന് കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമ്പോഴേ വലിയ അനുഗ്രഹങ്ങൾ നന്മകളെ നീ കൊടുക്കുന്ന ഓർത്ത് സ്തോത്രം. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. തുറന്ന് ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ചും നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.